കുട്ടികൾക്ക് സാധാരണയായി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആകുന്നത് 1 ഒക്ടോബർ 2023 ശേഷം ജനിച്ച കുട്ടികൾക്കാണ്. എന്നാൽ പോലും കേരളത്തിൽ പൊതുവെ കുട്ടികൾക്ക് എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. 4 വയസ്സിന് താഴെ പ്രായമായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻ ചെയ്യാൻ വരുമ്പോൾ കൊണ്ടുവരണം. 4 വയസ്സിന് മുകളിൽ പ്രായമായവരുടെ എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ് നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ തന്നെയാണ് എടുക്കുന്നത്. കുട്ടികളുടെ കാര്യം വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. അതുകൊണ്ട് തന്നെ 2 പേരുടെ സമ്മതവും നമുക്ക് ആവശ്യമുണ്ട്. 2 പേരുടെ സമ്മതം ഹാജരാക്കാൻ സാധിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ അനക്ഷർ ഡി, അനുബന്ധം ഡി ആണ് നമ്മൾ സമർപ്പിക്കുന്നത്. അവിടെ 2 പേരൻസും കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ അപേക്ഷിക്കണം എന്നുള്ള വിവരങ്ങൾ കൊടുത്ത് 2 പേരും സൈൻ ചെയ്ത് സമ്മതം ഹാജരാക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു പേരൻറ്റിൻ്റെ സമ്മതം ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനക്ഷർ സി, അനുബന്ധം സി ആണ് ഹാജരാക്കുന്നത്. അതിലൊരു 7 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വരുന്ന പേരൻറ്റിന് റീസൺ കൊടുക്കുക, എന്തുകൊണ്ടാണ് മറ്റു പേരൻറ്റിൻ്റെ സമ്മതം ഹാജരാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത്. കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ വരുമ്പോൾ പേരൻസിൻ്റെ പാസ്പോർട്ട് ഹാജരാക്കേണ്ടതുണ്ട്. പേരൻസിൻ്റെ അഡ്രസ് പ്രൂഫാണ് നമ്മൾ കുട്ടികളുടെ അഡ്രസ് പ്രൂഫായിട്ട് സ്വീകരിക്കുന്നത്.